ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫോറക്സ് കേരളയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് 2025 ടോപ്പ് 5 ആയിട്ടുള്ള പ്രൊഫൈം കമ്പനീസിനെ കുറിച്ചിട്ടാണ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ഇൻഫർമേഷൻസും കൂടുതൽ വിവരങ്ങളും ഒക്കെ ഷെയർ ചെയ്യാൻ വേണ്ടി നമ്മളോടൊപ്പം സ്ഥിരമുള്ള പോലെ തന്നെ ട്രേഡർ സോബിഷ് എത്തിയിട്ടുണ്ട്. ബ്രോ, എങ്ങനെ പോണു കാര്യങ്ങൾ? 2024 വലിയ കുഴപ്പമില്ലാത്ത പേ ഔട്ടൊക്കെ കിട്ടി പോയി. പിന്നെ കുറച്ച് ഫണ്ടഡ് ഫേംസിൽ നിന്നൊക്കെ ബാനിങ്ങും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നിലവിൽ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ വീണ്ടും 25 നല്ല രീതിയിൽ പോകണം എന്ന് വിചാരിക്കുന്നു. കുറച്ച് ഫേംസിൻ്റെ ഒക്കെ അക്കൗണ്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡിസ്കഷനിലേക്ക് പോവാം. നമ്മുടെ 5th പൊസിഷനിൽ ആരാന്ന് നോക്കിയാലോ? ഓക്കെ, കോണ്ടാക്റ്റിലാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഇവരെ എടുക്കാനുള്ള റീസൺ? നമ്മൾ 5ാമത്തെ പൊസിഷനിലേക്ക്. 5ാമത്തെ പൊസിഷൻ എനിക്ക് ഓൾറെഡി ഒരു അസെൻഡെക്സ് എന്ന് പറഞ്ഞൊരു പേരിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഒരു കുറച്ച് നാളുകളായി കോണ്ടാക്ട് എന്നുള്ള പേരിലേക്ക് മാറിയിട്ട് ഒന്ന് എനിക്ക് ഇവരുടെ ഇതിൽ നിന്നും കുറച്ച് പേ ഔട്ട് കിട്ടാനുണ്ടായി. ഒരു $3,500 അടുത്ത് പേ ഔട്ട് എനിക്ക് ഓൾറെഡി കിട്ടാനുണ്ടായിരുന്നു. അതിലെനിക്ക് പെൻഡിങ് വന്നു. അതിനിടയ്ക്ക് അവർക്ക് ഒരു ഹിഡൻ റൂൾ ഉണ്ടായിരുന്നു. ആ ഒരു ഹിഡൻ റൂൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പേ ഔട്ട് കിട്ടുന്ന സമയത്ത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ട്രേഡിങ് ഫസ്റ്റ് ഫണ്ടഡ് അക്കൗണ്ട് കിട്ടുന്ന സമയത്തിലേക്ക് വരുമ്പോൾ ഒരു 2 മിനിറ്റ് റൂൾ ഉണ്ടായിരുന്നു. ആ ഒരു 2 മിനിറ്റ് റൂൾ ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ എനിക്കിപ്പോൾ ഫണ്ടഡ് അക്കൗണ്ടിലെ പേ ഔട്ട് കിട്ടാണ്ടായി. അവർ നിലവിൽ ഇപ്പോൾ ആ ഒരു 2 മിനിറ്റ് റൂൾ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇവരുടെ പാക്കേജുകളും പ്ലാനുകളും ഒക്കെ ഇവർ അത്യാവശ്യം നമുക്ക് നല്ല സ്റ്റെപ്പ് 1 സ്റ്റെപ്പിലുണ്ട്, അതേപോലെ തന്നെ 2 സ്റ്റെപ്പ് 3 സ്റ്റെപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നിയത് അവരുടെ കോണ്ടാക്ട് പവർ എന്ന് പറയുന്ന ഒരു പ്ലാനാണ്. അതാകുമ്പോൾ 2 സ്റ്റെപ്പ് വാല്യുവേഷൻ ആണ്. 4 ഡേയ്സ് ട്രേഡിംഗ്, മിനിമം ട്രേഡിംഗ് ഡേയ്സ് ഉള്ളൂ. അതുപോലെ തന്നെ 3% ആണ് മിനിമം ലോസ് വരുന്നത്. മാക്സിമം ലോസ് 10% ആണ്. പ്രോഫിറ്റ് ടാർഗറ്റ് 6% ഉള്ളൂ. നോർമലി എല്ലാവർക്കും 10% തന്നെയാണ് വരുന്നത്. സ്റ്റെപ്പ് 2ലും സെയിം പ്രോസസ്സ് തന്നെയാണ്. അപ്പോൾ ആ ഒരു വ്യത്യാസം നല്ലതാണ്. അത്യാവശ്യം ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ അതുപോലെ പ്ലാറ്റ്ഫോം ഇവരുടെ MT5 ഉണ്ട്, DX ട്രേഡ് ഉണ്ട്, സി ട്രേഡ് ഉണ്ട്, ട്രേഡർ ലോക്ക് ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് കുറച്ചും ബെറ്റർ ആയിട്ട് സി ട്രേഡറോ അല്ലെങ്കിൽ MT5 യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളത്. പ്രൈസ് നല്ല ഓഫർ ഇവരിടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് MT5ൻ്റെ ലൈസൻസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു നല്ല ബെറ്ററാണ്. ഇപ്പോൾ അത്യാവശ്യം നല്ല പേ ഔട്ടും കാര്യങ്ങളൊക്കെ കൊടുത്ത് വന്നിട്ടുണ്ട്. റിജക്ഷൻ അവരൊന്നും ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഞങ്ങൾ ജൂണിൽ തന്നെ എനിക്ക് പേ ഔട്ട് ജൂൺ മുതൽ നമ്മളിങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഡിസംബർ ആയപ്പോൾ പേ ഔട്ട് കൊടുത്തപ്പോഴാണ് എനിക്ക് ഇതിൻ്റെ ഒരു ഇഷ്യൂ വന്നത്. ആ ഒരു സമയത്ത് നമ്മൾ 2 മിനിറ്റ് റൂൾ ഭയങ്കര ഒരു പ്രശ്നമായിരുന്നു. അത് റേറ്റിംഗ് നമുക്ക് 4.4 വരുന്നത്. ട്രസ്റ്റ്പൈഡിൻ്റെ റേറ്റിംഗ് 4.4 വരുന്നത്. ഏകദേശം 4,400 പേരുടെ ഇതുണ്ട്. ജൂണിലേക്ക് ഒരു റിവ്യൂ നോക്കുമ്പോൾ കുറച്ച് ബാഡ് റിവ്യൂസ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഒന്ന് കുറച്ച് ബെറ്റർ ആയിട്ട് വന്നിട്ടുണ്ട്. MT5ലേക്ക് വന്നു. അത്യാവശ്യം കുഴപ്പമില്ല. നമുക്ക് പേര് മാറ്റി തിരിച്ചു ശക്തരായിട്ടാണ് വന്നേക്കുന്നത്. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് 4th പൊസിഷനിൽ ആരാന്ന് നോക്കാം. ആൽഫ ക്യാപിറ്റൽ ഗ്രൂപ്പ് ആണ്. നമ്മുടെ ഒരു ട്രസ്റ്റഡ് കമ്പനി ആയിരുന്നു. ഫോർത്തിലേക്ക് പോയത് അവർ കുറേ പേ ഔട്ടിന്റെ റിജക്ഷൻസ് ഉണ്ടായിരുന്നു. KYC ഇഷ്യൂ ഭയങ്കരമായിട്ട് ആൽഫ ക്യാപിറ്റൽ ഉണ്ടായിരുന്നു. KYC റിജക്റ്റ് ആവുക, പ്രത്യേകിച്ച് ഒരു ലൈവ് അക്കൗണ്ടിലേക്കൊക്കെ വരുന്ന സമയത്ത് നല്ല ട്രേഡർമാരൊക്കെ ആണെങ്കിൽ KYC റിജക്റ്റ് ചെയ്യുന്ന ഒരു പ്രശ്നം അവർക്ക് ഉണ്ടായിരുന്നു. അതായിരുന്നു മെയിനായിട്ട് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ എല്ലാ ഫേംസും ഒന്ന് സ്റ്റഡി ആയി വരുന്നുണ്ട്. 2024 എന്താ പറയുക, ആ MT4ൻ്റെ ഒക്കെ ഇഷ്യൂ, കുറേ കമ്പനികൾ പൂട്ടിപ്പോയതൊക്കെ വന്നതുകൊണ്ട് കുറച്ച് ട്രസ്റ്റിനകത്തേക്ക് ഫാമിലിക്ക് കുറേ ആൾക്കാരുടെ അട്രാക്ഷൻ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ വീണ്ടും ഒന്നുകൂടി ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫേംസിലും നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇവർക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് MT5 പ്ലാറ്റ്ഫോം ഉണ്ട്. അതേപോലെ നല്ല ഒത്തിരി പുതിയ പ്ലാൻസും ആൽഫ ക്യാപിറ്റലിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അത് സിങ്ക് ട്രേഡിന് വേണ്ടിയിട്ടുള്ളത്, അതുപോലെ 1 സ്റ്റെപ്പ്, ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് വന്നത്. ഞാനിതിൽ 2 സ്റ്റെപ്പ് തന്നെയാണ് എല്ലാവരോടും പ്രിഫർ ചെയ്യുന്നത്. 2 സ്റ്റെപ്പ് ആകുമ്പോൾ കമ്പനികൾക്ക് നമ്മുടെ ട്രേഡിംഗ് സ്കില്ലിലും ഇതുണ്ടാവും. ഒറ്റയടിക്ക് നമ്മൾ പാസ്സായി കഴിഞ്ഞാൽ ചിലപ്പോൾ പേ ഔട്ട് സമയമാകുമ്പോൾ നമുക്ക് അതേപോലെ ആക്യുറസി കിട്ടണമെന്നില്ല. 2 സ്റ്റെപ്പൊക്കെ ആകുമ്പോൾ നല്ല ക്ഷമയോടുകൂടിയൊക്കെ ട്രേഡ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ ആവാൻ സാധിക്കും. അതിൽ ഞാൻ ഇവരുടെ മെയിനായിട്ട് ആൽഫയുടെ 1 സ്റ്റെപ്പ് പ്രോ ഉണ്ട്, 2 സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതായിരിക്കും എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. 1:100 എക്സ്പോഷർ ഉണ്ട്. സ്ലിം പ്രോഫിറ്റ് ടാർഗറ്റ് 10% ആണ്. അത് നോർമലി എല്ലാ കമ്പനികളുടെയും അങ്ങനെ തന്നെയാണ്. മാക്സിമം ഡ്രോ ഡൗൺ 5% ഉണ്ട്. ഇവിടെ നമുക്ക് മാക്സിമം ഡ്രോ ഡൗൺ കൂടുതൽ കിട്ടിയപ്പോൾ ഡെയിലി ഡ്രോ ഡൗണും കയറി പോന്നിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ്. MT5ൻ്റെ ലൈസൻസും ഉണ്ട്. അപ്പോൾ അത് നമുക്ക് അത്യാവശ്യം ഇപ്പോൾ എല്ലാ ഫേംസും ഞാൻ പറഞ്ഞ പോലെ കുറച്ച് നാളുകളായിട്ട് പേ ഔട്ടിലൊക്കെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വന്ന് പുതിയ പ്ലാൻസ് കൊണ്ടുവരുന്നുണ്ട് ഇപ്പോഴുള്ള കമ്പനികൾ. 100K തന്നെയാണല്ലോ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. 100K എടുത്ത് നമ്മളൊരു 100 ഫേംസ് എടുക്കുമ്പോൾ ആദ്യം തന്നെ ഒരു മിസ്റ്റേക്ക് എല്ലാവർക്കും പറ്റുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 5K ഒക്കെ എടുത്തിട്ടായിരിക്കും എല്ലാവരും ചൂസ് ചെയ്യുക. 5K എടുക്കുമ്പോൾ എന്തൊരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ തുടക്കത്തിൽ എടുക്കുമ്പോൾ കുറേ മിസ്റ്റേക്സ് നമ്മൾ ഓൾറെഡി വരുത്തും. അപ്പോൾ ആ ഒരു മിസ്റ്റേക്ക് വരുത്തുമ്പോൾ ഓട്ടോമാറ്റിക് ഇതെല്ലാം പഠിച്ച് വരുമ്പോഴത്തേക്കും കുറച്ച് ടൈം എടുക്കും. സോഫ്റ്റ്വെയർ വെച്ച് പഠിച്ച് വരുമ്പോൾ പിന്നെ ട്രേഡിംഗ് സ്ട്രാറ്റജി നമ്മൾ ഓൾറെഡി എല്ലാവരും ഡെമോയിലൊക്കെ ചെയ്തിട്ടായിരിക്കും ഫണ്ടഡ് ഫേംസിലേക്ക് വരുന്നത്. അപ്പോൾ ഡെമോ പോലെ എല്ലാ ഫണ്ടഡ് ഫേംസിലും ഒത്തിരി ഇമോഷൻസിൻ്റെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താ പറയുക, എല്ലാവർക്കും 5K അക്കൗണ്ടൊക്കെ ഒന്ന് ജസ്റ്റ് ഒരു വാഷ് ഔട്ട് ആയാലും പിന്നെയും
റിവ്യൂ ചെയ്യുമ്പോൾ കുറേ ബുദ്ധിമുട്ടുണ്ട്. അതിൽ ഏറ്റവും ബെറ്റർ 100K പോലെ നല്ല അക്കൗണ്ട് സൈസ് എപ്പോഴും നല്ല സൈസ് ഉള്ളത് ഒരു അറ്റ്ലീസ്റ്റ് 25K എങ്കിലും വെച്ചിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ഇതേപോലെ ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അക്കൗണ്ട് എടുക്കൂല, ഇവരാരും ഇതിന്റെ ബെനിഫിറ്റ്സ് ആരും ഉപയോഗപ്പെടുത്തൂല, പേടിച്ചിട്ട് മാറി. ഈ ആൽഫയുടെ കാര്യത്തിൽ നമുക്ക് മിനിമം ട്രേഡിംഗ് ഡേയ്സോ അങ്ങനെ വല്ലതും? ഇവര് മിനിമം ഡേയ്സ് 7 days ഉണ്ട്. ഇപ്പോൾ നിലവിൽ അത് ഫോളോ നോർമലി ഉള്ള എല്ലാ കമ്പനികളും പോലെയുള്ള സ്കോറുകളോ? ഇവർക്ക് വരുന്നത് 4.5 ഉണ്ട്. ഏകദേശം 8000 പോലെ പേര് റിവ്യൂ ചെയ്തിട്ടുണ്ട്. ട്രസ്റ്റ് പൈലറ്റിന്റെ 4.5 വരുന്നുണ്ട്. കോൺടാക്റ്റിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട്, കാരണം കോൺടാക്റ്റിൽ നമുക്ക് 4400 പേരായിരുന്നു റിവ്യൂസ് ചെയ്ത്, 4.4 ആയിരുന്നു അവരെ, ഇതിപ്പോൾ 4.5 ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് തേർഡ് പൊസിഷനിൽ ആരാന്ന് നോക്കാം. ഓക്കെ, ഇത് നമുക്ക് മൈഫണ്ടഡ് എഫക്സ് എന്ന് പറഞ്ഞൊരു കമ്പനി ആയിരുന്നു. അവരിപ്പോൾ പേരൊന്ന് മാറ്റിയിട്ടുണ്ട്, സീക്രട്സ് ഫണ്ട് ആക്കിയിട്ടുണ്ട്. അത് അത്യാവശ്യം മൈഫണ്ടഡ് എഫക്സ് നല്ല രീതിയിൽ പേ ഔട്ട് കൊടുത്തിരുന്ന ഒരു കമ്പനി ആയിരുന്നു. നല്ല പേ ഔട്ട്, നല്ല കമ്പനി. അവർ പെട്ടെന്ന് 50 മിനിറ്റ്സിനുള്ള തന്നെ പേ ഔട്ട് കിട്ടുന്ന ഒരു ഇതുണ്ടായിരുന്നു. അത്യാവശ്യം മലയാളികളായിട്ടുള്ള ഒത്തിരി പേര് ഇതിൽ ട്രേഡിങ്ങും ചെയ്യുന്നതായിട്ട് എനിക്കറിയായിരുന്നു. അപ്പോൾ ഇവർ അത്യാവശ്യം നല്ല ഒരു ഫേമാണ് നിലവിൽ. നല്ല ഒരു റിസൾട്ട്, അതായത് ഇവരുടെ പേ ഔട്ടിനായാലും ട്രസ്റ്റ് പൈലറ്റിനായാലും അത്യാവശ്യം നല്ല ട്രസ്റ്റ് പൈലറ്റ് സ്കോറാണ് ഇവരുടെ. 4.8 ഉണ്ട് ശരിക്കും ഇവരുടെ. അപ്പോൾ അത് അത്യാവശ്യം നല്ല, ഈ പറയുന്ന പോലെ ആൽഫയുടെ പോലെ തന്നെ 8000 അടുത്ത ആൾക്കാർ തന്നെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ മൈഫണ്ടഡ് എഫക്സ് നമുക്കൊരു തേർഡ് പൊസിഷനിൽ നല്ലൊരു ഫേമായിട്ട് തന്നെ വന്നേക്കുന്നത്. ഇവരുടെ 100K 2 സ്റ്റെപ്പ് മാക്സ് എന്ന് പറയുന്ന പ്ലാൻ ഉണ്ട്. അതായിരിക്കും കുറച്ച് ബെറ്റർ ആയിട്ടുള്ളത്. അത് നമുക്ക് ഹോൾഡിംഗ് അലൗഡാണ്, സിങ്ക് ട്രേഡിങ്ങിനൊക്കെ അലൗഡ് ചെയ്യുന്നതാണ്. ഇവരൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇവർക്ക് എക്സ്പോഷർ കുറച്ച് കുറവാണ്, പക്ഷേ പേ ഔട്ടിനൊന്നും റിജക്ഷൻ ഇല്ല. അതേപോലെ തന്നെ സ്പ്രെഡും കുറച്ച് കുറവാണ്. ആൽഫ ക്യാപിറ്റൽ മറ്റ് കമ്പനികൾ നോക്കുമ്പോൾ സ്പ്രെഡ് വളരെ കുറവാണ്. അപ്പോൾ അതൊരു പേ ഔട്ടിന്റെ സമയത്ത് ഇന്റർവ്യൂ അങ്ങനെ എന്തെങ്കിലും ഇല്ല ഇപ്പം അങ്ങനെ കമ്പനികളില്ല. ഇടയ്ക്ക് കുറച്ച് കമ്പനികളൊക്കെ ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവർ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും നിലവിലില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ സിങ് ഒക്കെ ചെയ്യാനും, അതേപോലെ പേ ഔട്ടിൻ്റെ റിജക്ഷൻ ഇല്ലാത്തത് കൊണ്ടാണ് ഇവർക്കൊരു 4.8 റിവ്യൂ വന്നേക്കുന്നത്. അതുപോലെ അവരുടെ കസ്റ്റമർ കെയറും നല്ല രീതിയിൽ ഡിസ്കോഡിലൊക്കെ നല്ല സപ്പോർട്ടാണ് അവർ. ഓക്കെ, അപ്പോൾ നമുക്ക് തേർഡ് പൊസിഷനിൽ ഇവരെ പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത സെക്കൻഡ് പൊസിഷനിൽ ഞാൻ എപ്പോഴും പറയാനുള്ള ഒരു ഫേമ ഫസ്റ്റിലായിരുന്നു. നമ്മൾ കഴിഞ്ഞ ഇതിലൊക്കെ ഉണ്ടായിരുന്ന ഫയേഴ്സ് ആയിരുന്നു. ഫയേഴ്സ് ഫസ്റ്റിലേക്ക് വരുന്ന സമയത്ത് മറ്റൊരു ഫേമിന് ഭയങ്കരമായ ഡീഫോൾട്ട് കുറേ കാര്യങ്ങൾ പേ ഔട്ട് റിജക്ഷൻ ഉള്ളതുകൊണ്ടായിരുന്നു നമ്മൾ ആ സമയത്ത് ഫയേഴ്സിനെ ഫസ്റ്റ് പൊസിഷനിലേക്ക് കൊണ്ടുവന്നത്. ഇവരുടെ ട്രസ്റ്റ് പൈലറ്റ് സ്കോർ എന്ന് പറയുന്നത് 4.8 ആണ്. ഏകദേശം 12,000-ഓളം പേര് റിവ്യൂ ചെയ്തിട്ടുണ്ട്. മറ്റ് കമ്പനിയിലേക്കാൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളതുണ്ട്. ഇവർക്ക് നമുക്ക് പ്ലാനുകൾ വരുന്നത്, നമ്മുടെ പ്ലാൻസ് വരുന്നത് ഒരു ബൂട്ട് ക്യാമ്പ് ഉണ്ട്, അതേപോലെ ഹൈ സ്റ്റേക്ക് ഉണ്ട്, അതുപോലെ തന്നെ ഇവരുടെ സ്റ്റോക്സിലും ഇവർക്ക് ഫണ്ട് ഉണ്ട്. US സ്റ്റോക്സിലൊക്കെ ട്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ കുറച്ചുകൂടി ഞാൻ ബെറ്റർ ആയിട്ട് പറയുന്നത് ബൂട്ട് ക്യാമ്പ് എന്ന് പറയുന്ന ചലഞ്ച് ആയിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളത്. അതിലൊരു 100K അക്കൗണ്ട് എടുക്കാനായിട്ട് $95 വരുന്നുള്ളൂ തുടക്കക്കാർക്ക് വേണ്ടിയിട്ട്. $95 വരുന്നു. അപ്പോൾ അത് ഗുണം ഒരു ഇതെന്താണെന്ന് വെച്ചാൽ 3 സ്റ്റെപ്പ് ഉണ്ടാവും. 3 സ്റ്റെപ്പായിട്ടാണ് ഫസ്റ്റ് ഫേസ്, സെക്കൻഡ് ഫേസ്, തേർഡ് ഫേസ്. അത് വിൻ ആയതിനു ശേഷം മതി ബാലൻസ് എമൗണ്ട് സെറ്റ് ചെയ്യാനായിട്ട്. ബാക്കി കാശ് പോകുന്നില്ല. ഇൻ കേസ് ഫെയിൽ ആയാലും നമുക്ക് $95 നമുക്ക് പോകുള്ളൂ. മറ്റേതൊക്കെ നമുക്ക് $400 അടുത്തൊക്കെ എക്സ്പെൻസ് ആവും. 100K നമുക്ക് മിനിമം ട്രേഡിംഗ് ഡേയ്സ് വരുന്നത് 5 days ആണ്. മാക്സിമം ഡെയിലി ലോസ് വരുന്നത് 5%, മാക്സിമം ലോസ് 10%, നമുക്ക് പ്രോഫിറ്റ് ടാർഗറ്റ് 8% വരുന്നത്. കോസ്റ്റ് നമുക്ക് ഇവർക്ക് ഓഫർ വളരെ കുറവായിരിക്കും. അതേപോലെ തന്നെ ഇവരുടെ പേ ഔട്ട് റിജക്ഷൻ വളരെ കുറവുള്ളൊരു കമ്പനിയാണ്. അതുപോലെ KYCക്കൊക്കെ റിജക്ഷൻ വന്നാൽ തന്നെ നമുക്ക് മെയിൽ അയച്ചു കഴിഞ്ഞാൽ മറ്റ് കമ്പനികളൊന്നും KYCക്കൊക്കെ റിജക്ഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് മലയാളീസ് എല്ലാവരും കൊടുക്കുന്നത് ആധാർ ഒന്നല്ല കൊടുക്കുന്നത്. മിക്കവരും കൊടുക്കുന്നത് ഡ്രൈവിംഗ് ലൈസൻസാണ്. ഡ്രൈവിംഗ് ലൈസൻസ് നമ്മൾ ഇൻ്റർനാഷണൽ ഇതല്ലാത്തതുകൊണ്ട് നമ്മുടെ അക്സെപ്റ്റ് ചെയ്യൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ KYC ചെയ്യുമ്പോൾ മെയിനായിട്ട് ആധാർ കാർഡ് തന്നെ വെച്ചിട്ട് രജിസ്റ്റർ ചെയ്യാൻ ശ്രമിക്കാം. ഇവർ KYC ഒക്കെ നമുക്ക് മാനുവലിയും അയച്ചു കൊടുത്താൽ ഇവർ അക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ നല്ല രീതിയിലുള്ള ഇതുണ്ട്. പിന്നെ ഇവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ പുതിയ പ്ലാൻസ് ഒന്നും ഇവർ അപ്ഡേറ്റ് ചെയ്യുന്നില്ല. സെയിം പ്ലാൻ തന്നെ 2010 സ്റ്റാർട്ട് ചെയ്തപ്പോൾ തുടങ്ങിയുള്ള 2016 സ്റ്റാർട്ട് ചെയ്തതാണ് കമ്പനി. അപ്പോൾ ആ ഒരു തുടങ്ങിയ ട്രസ്റ്റ് ബിൽഡ് ചെയ്തിട്ടുണ്ടെങ്കിലും പ്ലാൻസിലൊന്നും പുതിയ ചേഞ്ചസോ കുറെ ആ ഒരു സ്റ്റൈലിലാണ് ഇവരത് പോണത്. മിക്കവരും എൻ്റെ അടുത്ത് ചോദിക്കും, റെഫറൽ ലിങ്ക് കൊടുക്കുമ്പോൾ ചോദിക്കും ഓഫർ ഉണ്ടോ, ഓഫർ കിട്ടുമോ എന്ന് ചോദിക്കും. പക്ഷെ നിലവിൽ ഓഫറൊന്നും അവർ അപ്ഡേറ്റ് ചെയ്യാറില്ല. ആകെ ഒരു ഇത് മാത്രമാണ് കൊടുത്തിരുന്നത്. ഒരു 5% ഏറ്റവും കൂടുതൽ കൊടുത്തേക്കുന്നവർ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പൊസിഷനിൽ ആരാന്ന് നോക്കാം. ഓക്കെ, ഫണ്ടിങ് ബിപ്സ് തിരിച്ചു വന്നിരിക്കുന്നു ഫസ്റ്റ് പൊസിഷനിലേക്ക്. ഫണ്ടിങ് ബിപ്സ് ഒരു സമയത്ത് ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അതായത് നമുക്ക് പേ ഔട്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും കുറേ കാര്യങ്ങളിൽ ഇൻ്റർവ്യൂ അത് ഇതൊക്കെ ആയിട്ട് കുറച്ച് നാൾ അദ്ദേഹം
അത് പറഞ്ഞിരുന്നു. ഫണ്ടിംഗ് ടിപ്സിൻ്റെ CEO തന്നെ പറഞ്ഞിരുന്നു, ഖാലിദ് പറഞ്ഞിരുന്നു, എനിക്കൊരു ഓഗസ്റ്റ് ആകുമ്പോഴത്തേക്ക് 5000 നല്ല ട്രേഡേഴ്സിനാണ് വേണ്ടത്. ഞാനൊരു ക്ലീനിങ് പ്രോസസ്സിലാണെന്ന് അദ്ദേഹം അവരുടെ ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ നടത്തുന്ന സമയത്തും പേ ഔട്ട് റിജക്ഷനും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് തന്നെ ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ അദ്ദേഹം ആ ഒരു ഓഗസ്റ്റൊക്കെ ആയതോടുകൂടി തന്നെ ഇൻ്റർവ്യൂ ഒക്കെ ഒന്ന് കുറച്ചു. അതേപോലെ തന്നെ എന്താ നല്ല രീതിയിലുള്ള പേ ഔട്ടും കൊടുക്കാൻ തുടങ്ങി. നല്ല നല്ല പ്ലാൻസ് സെറ്റ് ചെയ്യാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ 5 years ആയിരുന്നു ഇത്രയും നാൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഫിപ്സ് നേരെ ഇതിൽ നല്ല രീതിയിലേക്ക് കയറി വന്നപ്പോൾ നമുക്ക് എന്തായാലും ഫിപ്സിനെ ഫസ്റ്റിലേക്ക് കൊണ്ടുവരാതിരിക്കാൻ ഒരു ഇതില്ല. ഫിപ്സ് തന്നെയാണ് ഇപ്പോൾ ഫസ്റ്റായിട്ട് പേ ഔട്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും നിൽക്കുന്നത്. അത് പ്ലാൻസ്, ഇതുവരെ ഒരു പ്ലാൻ എന്നോട് ഏറ്റവും കൂടുതൽ ചോദിക്കാറ് ഇൻസ്റ്റൻറ്റ് ഫണ്ടിങ് പ്ലാനെ കുറിച്ച് ചോദിക്കാറുണ്ട് എല്ലാവരും. ഇൻസ്റ്റൻറ്റ് ഫണ്ടിങ് നമുക്ക് പ്രൈസ് വെച്ച് നോക്കുമ്പോൾ നല്ല അട്രാക്റ്റീവാണ്, പക്ഷേ ഇവരുടെ റൂൾസ് 1 സ്റ്റെപ്പിൽ ഭയങ്കരമായിട്ട് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ആർക്കും അങ്ങോട്ട് അട്രാക്ഷൻ വരുന്നില്ല. അങ്ങനൊരു പ്രശ്നം നിലവിൽ ഈ പറയുന്ന ഇൻസ്റ്റൻറ്റ് ഫണ്ടിങ്ങിലുണ്ട്. അപ്പോൾ അതൊന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്നുകൂടി നോക്കിയിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ട്രസ്റ്റ് പൈലറ്റ് സ്കോർ നമുക്ക് 18K റിവ്യൂ വന്നതിൽ 4.4 ആണ്. അത് അവർക്ക് ആ ജൂൺ സമയത്ത് നല്ല രീതിയിൽ നെഗറ്റീവ് റിവ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് പേ ഔട്ട് റിജക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ഇവർ പുതുതായിട്ട് ഇന്നിപ്പോൾ ഒരു പ്ലാൻ കൂടെ അവർ ചെയ്തിട്ടുണ്ട്. ഫണ്ടിംഗ് പിപ്സ് പ്രോ എന്ന് പറഞ്ഞിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാനത് നോക്കിയപ്പോൾ അത് അത്രയും നല്ല ഇതായിട്ട് എനിക്ക് തോന്നിയില്ല. നിങ്ങൾക്ക് ചെയ്യുകയാണെങ്കിൽ തന്നെ ഫണ്ടിംഗ് പിപ്സ് എന്ന് പറയുന്ന പ്ലാൻ തന്നെ, ഈ ഒരു പ്ലാൻ തന്നെ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. നേരത്തെ കണ്ടത് ഫണ്ടിംഗ് പിപ്സ് പ്രോക്ക് 5Kക്ക് $28 വരുന്നുള്ളൂ. പക്ഷേ നമുക്കത് അത്ര അട്രാക്റ്റീവായിട്ട് തോന്നിയില്ല. കുറച്ചുകൂടി ബെറ്റർ എനിക്ക് പറഞ്ഞാൽ അവർ 3 days ഉള്ളൂ. അതേപോലെ തന്നെ മാക്സിമം ഡെയിലി ലോസ് 5%, മാക്സിമം ലോസ് 10%, പ്രോഫിറ്റ് ടാർഗറ്റ് 8%, എക്സ്പോഷർ ഉണ്ട്. ഇപ്പോൾ നിലവിൽ അവർ പേ ഔട്ട് റിജക്ഷനൊക്കെ ഒന്ന് കുറച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് പിപ്സിലേക്ക് തന്നെ ചൂസ് ചെയ്യാം. ഇവിടെ പ്ലാറ്റ്ഫോം വരുന്നത് പ്ലാറ്റ്ഫോം സി ട്രേഡർ വരുന്നുണ്ട്, ട്രേഡർ ലോക്കും വരുന്നുണ്ട്, മാച്ച് ട്രേഡറും വരുന്നുണ്ട്. എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നിയത് സി ട്രേഡറാണ്. അത് ഓരോരുത്തർക്കും ഓരോ ഉപയോഗിക്കുന്ന അനുസരിച്ചിരിക്കും. മിക്കവരും ഇപ്പോൾ കമ്മ്യൂണിറ്റിയിലൊക്കെ ഓരോരുത്തർ പറയുന്നത് കേൾക്കാം ട്രേഡർ ലോക്ക് നല്ലതാണെന്നൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷേ ട്രേഡർ ലോക്ക് ഞാൻ ഉപയോഗിച്ച സമയത്ത് നമുക്ക് ഭയങ്കര സ്ട്രക്ക് അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ക്ലിച്ചസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടെന്ന് തോന്നുന്നു, ഞാൻ യൂസ് ചെയ്തിട്ട് കുറച്ച് നാളായി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫോറക്സ് ഫണ്ടഡ് കമ്പനീസിൻ്റെ ഒരു 2025 സ്റ്റാറ്റസ്. അപ്പോൾ നമ്മൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ തുടർന്നുള്ള വീഡിയോസ് വരുന്നുണ്ട്. നമ്മൾ പുതിയൊരു ടോപ്പിക്കും പുതിയൊരു ട്രേഡിങ്ങിനെ കുറിച്ച് റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ് സോബിഷ് ബ്രോ. അപ്പോൾ വേണമെങ്കിൽ ജസ്റ്റ് അതിനെക്കുറിച്ച് ഒന്ന് ബ്രീഫ് ചെയ്തിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ എന്ത് എക്സ്പെക്ട് ചെയ്യാമെന്നൊന്ന് പറയാൻ പറ്റുമോ? നമുക്ക് അടുത്ത വീഡിയോയിൽ ഒന്ന് കാര്യം ചെയ്യുന്നത്, നമ്മളൊരു കോഴ്സ് കണ്ടന്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ടുള്ള ടൂൾസൊക്കെ യൂസ് ചെയ്യാൻ എപ്പോഴും ശ്രമിക്കുക. ബുക്ക് മാപ്പ് സോഫ്റ്റ്വെയർ ഉണ്ട്, ലിക്വിഡിറ്റി ലൈവായിട്ടുള്ള ലിക്വിഡിറ്റി അറിയാനായിട്ട്. ഇപ്പോൾ മിക്കവരും ICT ഒക്കെ പഠിച്ചേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ലൈവായിട്ട് ലിക്വിഡിറ്റി എന്നല്ല യൂസ് ചെയ്യുന്നത്, ക്യാൻഡിൽ സ്റ്റിക്ക് ഒക്കെ നോക്കിയിട്ടാണ്. അതേപോലെ തന്നെ ഓർഡർ ഫ്ലോ, നമുക്കൊരു ക്യാൻഡിലിൽ എന്താ നടക്കണേ എന്നുള്ളത് നമുക്ക് വിഷ്വൽ ചെയ്ത് കാണാനൊക്കെ ഉള്ള ഓപ്ഷൻസ് നിലവിലുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു നല്ലൊരു ബൂട്ട് ക്യാമ്പ് പോലെ നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് വരുന്നുണ്ട്. അതേപോലെ തന്നെ നല്ല ട്രേഡിങ്ങിൽ നല്ല രീതിയിലുള്ള ആൾക്കാരൊക്കെ ഉയർന്നു വരട്ടെ, അവർക്കൊക്കെ നല്ല രീതിയിലുള്ള സപ്പോർട്ട്. ഇപ്പോൾ എന്തെങ്കിലും കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ നമ്മൾ ഡീറ്റെയിൽസ് ഉണ്ട്, എന്നെ പേഴ്സണലി തന്നെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ തിരക്കിനിടയിൽ നമുക്കൊപ്പം കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തതിന് ഒരുപാട് നന്ദിയുണ്ട്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. താങ്ക് യു.